all, welcome to another session of Learn Through Questions by Grad Mentor. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 ചോദിച്ച ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The emission of electron from the surface of a metal when a radiation of appropriate frequency is allowed to incident on it is called. And the options are nuclear fission, Compton effect, photoelectric effect and thermionic radiation. ആൻസറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടേംസ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ടേം നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോൺ എമിഷൻ എന്താണെന്നാണ്. നമുക്കറിയാവുന്നതുപോലെ മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് മെറ്റൽ. ഓക്കെ, ഈ മെറ്റൽസിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിന് നോർമലി ഈ മെറ്റൽ സർഫസിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എനർജി യൂസ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺ സ്വമേധയായി മെറ്റൽ സർഫസിൽ നിന്നും പുറത്തേക്ക് കടക്കും അല്ലെങ്കിൽ റിജക്റ്റ് ആവുകയാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം ഏതൊരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് ലോസ് ആയി കഴിഞ്ഞാൽ അതൊരു അയോൺ ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് അറിയാം. സോ ഈ അയോൺസിൽ ഈ പോസിറ്റീവ് അയോൺസ് ഈ ഇജക്റ്റ് ആയി പോയി ഇലക്ട്രോണിനെ തിരിച്ച് അട്രാക്ട് ചെയ്യും. സോ ഈ ഒരു അട്രാക്റ്റീവ് പുള്ളിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി ഈ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഫ്രീ ആയിട്ട് ഈ മെറ്റൽ സർഫസിൽ നിന്നും ഇജക്റ്റ് ആവാനായിട്ട് കഴിയുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്നും പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ്. എന്തിനാണ് ഈ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായിട്ടുള്ളത്? ഈ അയോൺസിന്റെ അട്രാക്റ്റീവ് പുള്ളിനെ ഓവർകം ചെയ്യാനായിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്രീ ഇലക്ട്രോൺസിനെ മെറ്റൽ സർഫസിൽ നിന്നും പുറത്തേക്ക് ഇജക്റ്റ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടേം വർക്ക് ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി വേണമെന്ന് പറഞ്ഞു. Okay, that minimum amount of energy needed for an electron to escape from the metal surface is what called the work function of that material. This minimum energy required by an electron to escape from the metal surface is what called the work function of the മെറ്റൽ. ഈ വർക്ക് ഫംഗ്ഷൻ ജനറലി ഡെപ്പിക്റ്റ് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് 50 എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തിട്ടാണ്. ഇതിന്റെ യൂണിറ്റ് പറയുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓരോ മെറ്റലിനും ഓരോ വർക്ക് ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ പറഞ്ഞു വർക്ക് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണെന്ന് പറഞ്ഞു. ഇനി ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ എത്രമാത്രം എനർജി അക്വയർ ചെയ്യുന്നു ആ ഒരു എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് യൂഷ്വലി SI യൂണിറ്റ് എന്ന ജൂൾ ആണ്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.602 × 10⁻⁻19 ജൂൾ ആയിട്ടാണ് വരുന്നത്. ഇനി വർക്ക് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ, മെറ്റലിന്റെ പ്രോപ്പർട്ടി, ആൻഡ് ദ സർഫസ്, നേച്ചർ ഓഫ് ഇറ്റ് സർഫസ്. മെറ്റലിന്റെ എന്താണ് പ്രോപ്പർട്ടി, മെറ്റലിന്റെ പ്രോപ്പർട്ടിയും ആ മെറ്റൽ സർഫസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വർക്ക് ഫംഗ്ഷന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രോണിന് മെറ്റൽ സർഫസിൽ നിന്നും ഇജക്റ്റ് ആവാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം എനർജി നമുക്ക് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോസസ്സ് വഴി കൊടുക്കാവുന്നതാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 3 പ്രോസസ്സ് വഴിയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ തെർമിയോണിക് എമിഷൻ, then സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് എമിഷൻ, തേർഡ് വൺ ഈസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഈ 3 എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് തെർമിയോണിക് എമിഷൻ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിന് എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത്. ബൈ suitable heating, sufficient thermal energy can be imparted to the free electron to enable them to come out of that metal. Second one is field emission. ഒരു സ്ട്രോങ് ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രോൺ എമിഷൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് തെർമിയോണിക് എമിഷൻ എന്ന് പറയുന്നത്. ബൈ അപ്ലൈങ് വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് to a metal, electrons can be pulled out of the metal. Okay. Third one എന്ന് പറയുന്നതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ പതിപ്പിക്കുന്നത് വഴി അല്ലെങ്കിൽ മെറ്റൽ സർഫസിൽ ഫോൾ ചെയ്യുന്നത് വഴി ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇലുമിനേറ്റ്സ് എ മെറ്റൽ സർഫസ്, ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദാറ്റ് മെറ്റൽ സർഫസ്. ഇങ്ങനെ ഫോട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് 2022 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. The emission of electron from the surface of a metal when radiation of appropriate frequency is allowed to incident on it is called. So ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? The answer is option 3, photoelectric effect. Photoelectric effect.
ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ഹെൻറിച്ച് ഹേർട്സ് എന്നൊരു സയന്റിസ്റ്റ് ആണ്. 1887 ഈ ഒരു ഫിനോമിന ഡിസ്കവർ ചെയ്തത്. നമ്മൾ ഡെഫിനേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അഥവാ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിൽ മെറ്റൽ സർഫസ് നിന്നും എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അതർവൈസ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ എ ലൈറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. ഓക്കെ, നമ്മൾ ഈ ഫിഗർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ലൈറ്റ് റേസ് ഇൻസിഡന്റ് ആകുന്നുണ്ട്, ലൈറ്റ് റേസ് ഒരു മെറ്റൽ സർഫസിൽ ഇൻസിഡന്റ് ആകുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിന്റെ എനർജി യൂസ് ചെയ്തിട്ട് അവിടുത്തെ ഇലക്ട്രോൺസ് ഇജക്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലൈറ്റ് റേ വന്നൊരു മെറ്റൽ സർഫസിൽ ഇൻസിഡന്റ് ആയാൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കണമെന്ന് നിർബന്ധമാണോ? ഒരിക്കലുമല്ല. അപ്പോഴാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നൊരു ടേം ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പോസിബിൾ ആവണമെങ്കിൽ ആ ഒരു വരുന്ന ഇൻസിഡന്റ് ആവുന്ന ലൈറ്റിന് ആവശ്യമായിട്ടുള്ള ലോവസ്റ്റ് അല്ലെങ്കിൽ മിനിമം ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷനെയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ആവുകയാണ്, ഈ ഇൻസിഡന്റ് ആവുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കുറവാണ് എങ്കിൽ ഒരിക്കലും ഇലക്ട്രോൺ എമിഷൻ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പോസിബിൾ ആവത്തില്ല. ഓക്കെ, no electrons were emitted when frequency of incident radiation was smaller than the threshold frequency. ആ ഒരു മിനിമം ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു മെറ്റൽ അല്ലെങ്കിൽ ആ ഏത് മെറ്റീരിയലാണോ ഈ ഇൻസിഡന്റ് റേഡിയേഷൻ പതിക്കുന്നത്, ആ പതിക്കുന്ന മെറ്റലിന്റെ നേച്ചറിനനുസരിച്ചായിരിക്കും ത്രെഷോൾഡ് ഫ്രീക്വൻസി വേരി ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ സിങ്ക്, കാഡ്മിയം, മെഗ്നീഷ്യം ഈ മുതലായിട്ടുള്ള മെറ്റൽസ് അൾട്രാ സ്ട്രോങ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസിയിലുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു അത്രയും ഫ്രീക്വൻസിയുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഇനി ആൽക്കലി മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഈ ഒരു ആൽക്കലി മെറ്റൽസിന് ഈവൻ വിസിബിൾ ലൈറ്റിൽ തന്നെ എന്ത് സംഭവിക്കും, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോസിബിൾ ആവും അല്ലെങ്കിൽ ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആവും. ഇങ്ങനെ ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ഇൻസിഡൻസ് കാരണം ജനറേറ്റ് ആവുന്ന ഇലക്ട്രോൺസിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത വരുന്നത് ഫോട്ടോ കറണ്ട് ആണ്. എന്താണ് ഫോട്ടോ കറണ്ട്? സിമ്പിൾ ആണ്. ഫോട്ടോ ഇലക്ട്രോൺസ് കാരണം ജനറേറ്റ് ആവുന്ന കറണ്ടിനെ എന്തെന്ന് പറയുന്നു? ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നു. ഓക്കെ, നമുക്കറിയാം ഒരു കറണ്ട് ഫ്ലോ പോസിബിൾ ആവണമെങ്കിൽ ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് വേണം. ആ ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ആകുന്നത് ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാരണമാണെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രോൺസ് കാരണമാണ് ആ ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആകുന്നതെങ്കിൽ ആ കറണ്ടിനെ നമ്മൾ ഫോട്ടോ കറണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഈ ഫോട്ടോ കറണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ജനറേറ്റഡ്. ഞാൻ നേരത്തെ ഫിഗറിൽ കാണിച്ച പോലെ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ആയി എന്ത് സംഭവിക്കുന്നു, ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ആവും. ഈ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒരു ഹൈ ഇന്റൻസിറ്റി റേഡിയേഷൻ ആണ് ഈ മെറ്റൽ സർഫസിൽ ഇൻസിഡന്റ് ആവണമെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത് വളരെ കൂടുതലായിരിക്കും. ഒരു ലോ ഇന്റൻസിറ്റി റേഡിയേഷൻ ആണ് ഇൻസിഡന്റ് ആവുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. സോ number of photoelectrons generated per second is directly proportional to the intensity of incident radiation. Second factor എന്ന് പറഞ്ഞാൽ the maximum kinetic energy of these photoelectrons is directly proportional to the frequency of the incident radiation എന്നാണ് പറയുന്നത്. നമുക്കറിയാം kinetic energy എന്ന് പറഞ്ഞാൽ എന്താണ്? The energy by virtue of motion of a body is what called kinetic energy. So നമുക്ക് ഈ ഫോട്ടോ ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, അതിനൊരു കൈനറ്റിക് എനർജിയും കൂടെ ഉണ്ടെങ്കിലല്ലേ അതിനെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ മൂവ് ചെയ്താൽ മാത്രമല്ലേ ഫോട്ടോ കറണ്ട് ജനറേറ്റ് ആവത്തുള്ളൂ. സോ ആ ഒരു മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ആണ്. ഹൈ ഫ്രീക്വൻസി ആണ് ഇൻസിഡന്റ് റേഡിയേഷൻ എങ്കിൽ എന്ത് സംഭവിക്കും, കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. ഫോട്ടോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഒരു കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. ഈവൻ ബട്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി കൂടിയാലോ കുറഞ്ഞാലോ കൈനറ്റിക് എനർജിയെ അഫക്ട് ചെയ്യുന്നില്ല. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഇൻസിഡന്റ് റേഡിയേഷൻ. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഫോട്ടോ കറണ്ടിന് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ബേസിക് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇലക്ട്രോൺ എമിഷൻ എന്താണെന്ന് നോക്കി, ദെൻ വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി,
പിന്നെ എന്ത് നോക്കി, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് നോക്കി, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്ന് നോക്കി, ഫോട്ടോ കറണ്ട് എന്താണെന്ന് നോക്കി, മാത്രമല്ല ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോ കറണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.